പ്രവാസികൾക്ക് നൽകിയ വാക്ക് കുവൈറ്റ് പാലിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യാത്ര ചെയ്യാൻ അവസരം ഒരുങ്ങുന്നു. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാലും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ആഴ്ചയിൽ 760 യാത്രക്കാരെ അനുവദിക്കാൻ ചർച്ചകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രതിദിന യാത്രക്കാരുടെ പരിധി 7500-ൽ നിന്ന് 10,000-ആക്കി ഉയർത്തിയ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമായാൽ തന്നെ ഉടൻ ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങാനാകുമെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതരെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ അധികൃതരുടെ അഭിപ്രായം ആരായുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രതിവാര കോട്ടയായി നിശ്ചയിച്ച 760 യാത്രക്കാരെ കുവൈറ്റ് ഇന്ത്യൻ വിമാന കമ്പനികൾക്കിടയിൽ വീതം വയ്ക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഇരു രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് 360 പേരെ വീതം ആഴ്ചയിൽ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇന്ത്യൻ അധികൃതരുടെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്നും പത്രം അറിയിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യക്ക് പുറമെ പുതുതായി യാത്രാവിലക്ക് നീക്കിയ ഈജിപ്ത്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങൾക്കും കോട്ട നിശ്ചയിച്ചു നൽകിയതായും പത്രം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെ 6 റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ടുള്ള യാത്രാനുമതി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദിന്റെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 18-ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇതിന് തടസ്സമായി നിന്നത് വിമാനത്താവളത്തിലെത്താവുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. ഇതുവരെ 7500 പേർക്ക് മാത്രമായിരുന്നു ഒരു ദിവസം വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് തന്നെ ഈ എണ്ണം മതിയാവാത്ത അവസ്ഥയിലായിരുന്നു നിലവിൽ. പുതിയ സാഹചര്യത്തിൽ യാത്രക്കാരുടെ പരിധി 10,000-ആക്കി ഉയർത്തിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് പ്രവാസികളാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 7 മാസം മുമ്പാണ് കുവൈറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് കുവൈറ്റ് യാത്രാനുമതി നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് തുടരുകയായിരുന്നു. കോവിഡിന്റെ ഡെൽറ്റ വൈറസ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായിരുന്നു വിലക്ക് തുടർന്നത്. ഇതിനുശേഷം കഴിഞ്ഞ മാസമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള യാത്രാവിലക്ക് പിൻവലിച്ച് മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടത്. യാത്രയുടെ മുന്നോടിയായി ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് സർവീസ് തുടങ്ങാനും കാത്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യക്കാർക്ക് കുവൈറ്റിൽ എത്തണമെങ്കിൽ തന്നെ മറ്റൊരു രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്നതാണ് വ്യവസ്ഥ. ഇതിനായി ലക്ഷങ്ങളാണ് പ്രവാസികൾക്ക് ചിലവായി വേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇതെല്ലാം അവസാനിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.